കരൂർ ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. ഐജി ഹസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതി തള്ളി. നടൻ വിജയ്ക്ക് രൂക്ഷ വിമർശനം. റാലിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നും കോടതി വിമർശിച്ചു. അജ്മൽ ദിരാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജ്മൽ, ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ കരൂർ ദുരന്തം. നിരവധി ആളുകളുടെ ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു എന്നാണല്ലോ. ഏത് രീതിയിലായിരിക്കും അന്വേഷണം? ആരാണ് സംഘത്തിന് നേതൃത്വം നൽകുക? സംഘത്തിൽ ആരൊക്കെയുണ്ട്? അമൃത, മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പാകെ ഈ അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് TVK പ്രവർത്തകരും BJP പ്രവർത്തകരും തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ കേസ് CBI അന്വേഷിക്കണമെന്നൊരു ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിയിരുന്നു. ഈ വിഷയത്തിലാണ് ഒരു കൂട്ടം ഹർജികൾ ഇത്തരത്തിൽ കോടതിയുടെ മുമ്പാകെ എത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ചില പ്രതികരണങ്ങൾ, ചില തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലവിൽ ഈ അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിൽ കൊണ്ടിരിക്കുന്ന കരൂർ ദുരന്തം അന്വേഷിക്കാൻ തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിക്കുന്ന ഹസ്ര ഗാർഗ് IG ആണ്. IPS ഉദ്യോഗസ്ഥനായ ഹസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണ സംഘത്തിൽ കരൂർ SP കൂടി ഉൾപ്പെടുന്നു എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ രേഖകൾ കൈമാറി ഉടൻ തന്നെ ഈ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചതായി ഉത്തരവിടാൻ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഈ ഹർജികൾ പരിഗണിക്കവേ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില രൂക്ഷമായ പ്രതികരണങ്ങൾ TVKക്കെതിരെ ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി TVKക്കെതിരെ മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ജസ്റ്റിസ് സെന്തിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. കാരണം TVK എന്ന് പറയുന്ന പാർട്ടി മറ്റെല്ലാ കക്ഷികളും ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തപ്പോൾ TVKയുടെ അണികളോ പ്രവർത്തകരോ നേതാക്കളോ ഈ വിഷയം പരിഗണിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുകയോ അതിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ആ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കഴിവുകേടാണ്, പിടിപ്പുകേടാണ് കാണിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അതുകൂടാതെ ഇതിന്റെ നേതാവിന്റെ മാനസികാവസ്ഥയെ കൂടി വിജയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി പറയുന്നുണ്ട്. അതുകൊണ്ട് കോടതിക്ക് ഈ വിഷയത്തിൽ അപലപിക്കാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കാൻ കഴിയില്ല. വിജയിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കൃത്യമായ ഒരു നേതൃപാടവം ഇല്ലായ്മയുടെ കൃത്യമായ തെളിവാണെന്നാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി SITയെ നിയോഗിക്കുന്നതും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിക്കുന്നത് ഹസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം നയിക്കുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉടൻ തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയും തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൂടാതെ തമിഴ്നാട് സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ ചില ഇടപെടലുകളെ കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ ഇടപെടൽ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചില വിഷയങ്ങളിൽ പൗരന്മാർക്ക് അവർക്ക് സുരക്ഷിതമായ ഒരു ഈ പരിപാടിയിൽ വന്നു പോകുന്നതിന് വേണ്ടി സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ ചിലയിടങ്ങളിൽ സർക്കാരിന് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു മുമ്പ് ഇന്ന് ഉച്ചയ്ക്ക് ഹർജി പരിഗണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ TVKക്കെതിരെ പലതരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ്, വളരെ ഗുരുതരമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ പരിപാടിയിൽ 10,000-കണക്കിന് ആളുകളുണ്ടാകും. അങ്ങനെ വരുന്ന ആളുകൾക്ക് വെള്ളവും അവർക്ക് പാർക്കിംഗ് ഏരിയയും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാൻ ആ പാർട്ടി ബാധ്യസ്ഥരാണ്. പക്ഷേ ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച TVKയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് കോടതി തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഹർജി പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷത്തിലും TVKക്കെതിരെ ഗുരുതരമായ, വളരെ ഗുരുതരമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ഗുരുതരമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.